പിതാവും പരിശുദ്ധാത്മാവുമായ തിരിച്ചറിവോടുകൂടി തന്നെ ആ ഈശോയുള്ള വിശ്വാസവും ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാമോദീസായുടെ ആദിരൂപമായി യോർദാൻ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ അവിടുത്തെ മേൽ ഇറങ്ങി വസിച്ചവനും ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ആവസിച്ചതിനെ വിശുദ്ധീകരിക്കട്ടെ. ആത്മാവിനെയും ശരീരത്തെയും പൗത്രീകരിക്കുവാനും ജീവിതം നവീകരിക്കുവാനുമുള്ള ശക്തി ജലത്തിന് പ്രദാനം ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ മാമോദീസായ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും മക്കളുടെ സ്ഥാനത്തേക്ക് ഞങ്ങളെ ഉയർത്തുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം അഭംഗരം പാലിക്കാനും നിത്യ സൗഭാഗ്യത്തിനർഹരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നുള്ള ചിതമിശിക അന്ധകാരം നീക്കി നമ്മെ പ്രകാശിപ്പിക്കട്ടെ. Amen.
മാമോദീസ നവീകരണമാണ്. നമ്മിൽ മിക്കവരും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മാമോദീസ സ്വീകരിച്ചവരാണ്. അന്ന് നമ്മുടെ മാതാപിതാക്കളുടെ ജ്ഞാനസ്നാനം മാതാപിതാക്കളോട് നമുക്ക് വേണ്ടി സഭയുടെ വിശ്വാസം ഏറ്റുപറഞ്ഞത്. ആ വിശ്വാസ സത്യങ്ങൾ നമുക്കിപ്പോൾ ബോധപൂർവം ഏറ്റുപറയാം. പ്രിയ സഹോദരി, നമുക്ക് ഒരുമിച്ച് സഭയുടെ വിശ്വാസ രഹസ്യങ്ങൾ ഏറ്റുപറയാം. എല്ലാവരും ചേർന്ന് വിശ്വാസമാണ് ഉച്ചസ്വരത്തിൽ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ മക്കളെന്ന്
വഴിയുണ്ട്. ക്രിസ്തീയ സ്നേഹം ഒട്ടേറെ പാപങ്ങൾ മായ്ച്ചു കളയുന്നുവെന്ന് പത്രോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു. ഈ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ ആദിമ ക്രിസ്ത്യാനികൾ പാലിച്ചു പോന്ന പരസ്നേഹം മറ്റുള്ളവരെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. മാമോദീസായും തൈലാഭിഷേകവും പരിശുദ്ധ കുർബാനയും സ്വീകരിക്കുന്നവർ മറ്റുള്ളവരോട് ക്ഷമായാചനം ചെയ്ത് ക്രിസ്തീയ സ്നേഹം സുദൃഢമാക്കാൻ ശ്രമിച്ചിരുന്നു. അവരെ അനുകരിച്ച് നമുക്കും ഈ അവസരത്തിൽ പരസ്പരം ക്ഷമിച്ച് യഥാർത്ഥ ക്രിസ്ത്യാനികളാകാൻ പരിശ്രമിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റില്ല. സ്നേഹത്തിന്റെ പ്രമാണവുമായി ലോകത്തിലേക്ക് വന്ന കർത്താവേ, പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ശിഷ്യരായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളും പരസ്പരം സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവരോട് ഹൃദയപൂർവ്വം ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കടങ്ങളെല്ലാം വീട്ടിക്കൊള്ളാമെന്നും കഴിയുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവരെ സഹായിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. നമുക്ക് എഴുന്നേറ്റുന്നുണ്ട് പരസ്യ പ്രാർത്ഥന പങ്കുചേരാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് എല്ലാവരും മറുപടിയായി ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. 40 ദിനരാത്രികൾ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച മിശിഹായെ തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ചൈതന്യത്താൽ ജീവിക്കാനും പ്രാർത്ഥന രൂപയാൽ വളരാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായെ ഞങ്ങളുടെ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്നരുളിച്ചത് മിശിഹായെ മാമോദീസായിലൂടെ പുതുജന്മം പ്രാപിച്ച ഞങ്ങളെ വിശുദ്ധിയിലും ജ്ഞാനത്തിലും വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത മിശിഹായെ പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിച്ച ഞങ്ങളെ ഉദാന പ്രതീക്ഷയിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാമോദീസായിലൂടെ ദൈവിക ജീവൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത മിശിഹായെ ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിച്ച് നിന്റെ സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാമോദീസായിലൂടെ തിരുസഭയുടെ അംഗങ്ങളായി ഞങ്ങളെ ഉയർത്തിയ മിശിഹായെ സഭയോടൊത്ത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ നൽകണമെന്ന് കൽപ്പിച്ച മിശിഹായെ മാമോദീസായിലൂടെ പ്രകാശത്തിന്റെ പാതയിൽ ഞങ്ങൾ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതധ്യക്ഷനുമായ മാർ ജോൺ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ ഞങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയെ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനം ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കുരിശുമരണം വഴി ും
മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്ക് നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്ക് നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും കടങ്ങളുടെ പ്രതിക്ക് നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്ക് നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്ക് നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്ദർശിക്കുന്ന ദാനമാകട്ടെ. സകലത്തിന്റെ നാഥനായ എന്നേക്കും.
നമുക്ക് എഴുന്നേറ്റാം. കർത്താവായ ദൈവമേ, സർവ്വസൃഷ്ടിജാലങ്ങളോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മാലാഖമാരോട് നിന്നും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ എന്നേക്കും. ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായി മിശിഹായെ മാമോദീസാവഴി നിന്റെ മരണത്തിലും സംസ്കാരത്തിലും ഐക്യപ്പെട്ട ഞങ്ങളെ നിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമേ. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ ഒഴിഞ്ഞു മാറ്റുന്നതിന് നിന്നോടൊത്ത് ജീവിച്ചുകൊണ്ട് നിന്റെ സൗഭാഗ്യത്തിന് അർഹരായി തീരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയമനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവിടുന്ന് തന്റെ ജീവദായകമായ സുവിശേഷം വഴി ശിഷ്യകളോട് പ്രകാരം അരുൾ ചെയ്തു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവധി ഉണ്ടാവുകയില്ല. പൃഥ്വിരാമൻ മരണത്തിൽ നിന്ന് ആയുസ്സിലേക്ക് പ്രവേശിക്കും. വഴിയും സത്യവും ജീവനുമായ മിശിഹായേ, നിന്റെ പുനരുത്ഥാനത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്നതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവ് കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി ജീവിച്ച് ഞങ്ങൾ നിന്റെ സുവിശേഷത്തിന് സാക്ഷികളാകട്ടെ. എല്ലാ ജനങ്ങളും നിന്നെ അറിയാനും വിശ്വസിച്ച് മാമോദീസ സ്വീകരിക്കാനും സഭയിൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും ഇടവരട്ടെ. നിന്റെ ശരീരത്തിലെ അവയവങ്ങളായി തീർന്നിരിക്കുന്ന ഞങ്ങൾ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും അനുദിനം വളരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങൾ എല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളും സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ, സ്വസ്തി. ഭാഗ്യമായിട്ട് വന്നതാണ്. അവർ തിരിച്ചു പോകും. ഇതാണ് ഈ രണ്ട് സിസ്റ്ററാണ് ഞാൻ ലിമ്മിക്കുട്ടിയെന്ന് വെച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു സിസ്റ്റർ. പിന്നെ ഇത് എൻ്റെ നാലോക്കാല ഇടവകയിലെ ദേവാലയ ശുശ്രൂഷയുടെ പെങ്ങളുടെ മകൾ സെറിൻ സിസ്റ്ററാണ്. രണ്ട് സിസ്റ്റർമാരെ നമുക്ക് കയ്യടിച്ച് കാണും.